അപ്പോൾ ഇത് പായസം വയ്ക്കാനാണ്. പപ്പായയും മുരിങ്ങയിലയും പഴവും ഈത്തപ്പഴവും കൂടി നമുക്ക് പായസം വയ്ക്കാം കേട്ടോ. നമുക്ക് 2 ടീസ്പൂണ് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടാവട്ടെ കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 ചെറിയ ശർക്കര കഷ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു 3 ഗ്രാമ്പ്, 2 ഏലക്ക, ഇതൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈത്തപ്പഴം ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പഴം ഇട്ട് കൊടുക്കാം. 2 പഴം ചെറുതായിട്ട് നമ്മുടെ പപ്പായ ചെറുതാക്കി അരിഞ്ഞാണ് കൊടുക്കാം. നല്ലപോലെ വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തരി ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കാൻ പോവാണ്. പാല് തിളപ്പിച്ചിട്ടുണ്ട്. നല്ലോണം കൂടി തിളക്കട്ടെ. 1.5 ഗ്ലാസ് പാലുണ്ടാവും. അപ്പോൾ ഞാനൊരു ബൗള് ഓട്സ് വറുത്തെടുത്താണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒന്ന് വേവിക്കും. അപ്പോൾ നമ്മുടെ ഓട്സ് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കുറുക്കി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ വഴറ്റി വെച്ചതുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സെറ്റായതിനു ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ആക്കും. അതിൽ അത്ര ഉണ്ടാകാൻ മതി. ഒരു 3/4 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളാണേ സ്റ്റൗ ഓഫ് ആക്കണേ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ആ പാല് കിടന്ന് വെന്ത് കിട്ടിക്കോളും. നമുക്ക് പാത്രത്തിലേക്ക് വാർത്താട്ടാം. അപ്പോൾ നമുക്ക് പായസം വെച്ച് കൊടുക്കാം കേട്ടോ. ഗ്ലാസ്സിൽ കട്ടി ഉണ്ട്. നിങ്ങൾക്ക് കട്ടി കുറവാണെങ്കിൽ കുറച്ചും കൂടി പാല് തിളപ്പിച്ച് വെച്ചു. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ എനിക്ക് 50 സബ്ബായി. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് 50 സബ്ബായത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു.